സട്ടൺ ആൻഡ് ബൊവേരി ആർഗ്യൂ ചെയ്തു എന്ത് പെയറിംഗ് ആൻഡ് സെപ്പറേഷൻ ഓഫ് എ പെയർ ഓഫ് ക്രോമസോം. സോ ക്രോമസോമുകളുടെ പെയറിങ്ങും അവരുടെ സെപ്പറേഷനും വുഡ് ലീഡ് ടു ദ സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ദേ ക്യാരിഡ്. സോ ക്രോമസോമുകൾ പെയർ ചെയ്യണതും അവരുടെ സെപ്പറേഷനും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ദാറ്റ് ലീഡ് ടു സെഗ്രിഗേഷൻ ഓഫ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. സോ ആ ക്രോമസോമിലുള്ള ഫാക്ടേഴ്സ് എന്താണ്? ജീനുകൾ. സോ ആ ക്രോമസോമിലുള്ള ഫാക്ടർ അല്ലെങ്കിൽ ജീനിൻ്റെ സെഗ്രിഗേഷനിലേക്ക് ലീഡ് ചെയ്യും. സോ ക്രോമസോമുകളുടെ പെയറിങ്ങും ക്രോമസോമുകളുടെ സെഗ്രിഗേഷനും എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? ദാറ്റ് ലീഡ് ടു ആ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീനുകളുടെ സെഗ്രിഗേഷനിലേക്ക് നീങ്ങും. സോ ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ക്രോമസോമിലുള്ള ജീനുകളും സെഗ്രിഗേറ്റഡ് ആവണം എന്ന് നമ്മുടെ സട്ടൺ ആൻഡ് ബൊവേരി ആർഗ്യൂ ചെയ്തു. എന്നിട്ട് സട്ടൺ യുണൈറ്റഡ് ദ നോളജ് ഓഫ് ക്രോമസോമൽ സെഗ്രിഗേറ്റ്. ക്രോമസോംസ് എങ്ങനെയാണോ സെഗ്രിഗേറ്റ് ചെയ്യണേ ആ നോളജും നമ്മുടെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസും തമ്മിൽ കമ്പൈൻ ചെയ്തു. സോ സട്ടൺ ആൻഡ് ബൊവേരി നമ്മുടെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ്, മെൻഡൽ പറഞ്ഞ ആ പ്രിൻസിപ്പിൾസും അതുപോലെ ഇപ്പോൾ ക്രോമസോം സെഗ്രിഗേഷനെ കുറിച്ച് സട്ടൺ ആൻഡ് ബൊവേരി സ്റ്റഡി ചെയ്ത അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർവേഡ് ചെയ്തു. സോ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് സട്ടൺ ആൻഡ് ബൊവേരിയുടെയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്രോമസോം പെയർ ചെയ്യണതും സെഗ്രിഗേറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ക്രോമസോമിലുള്ള ജീനുകൾ അഥവാ ഫാക്ടറുകളും അതും ഒരുമിച്ച് സെഗ്രിഗേറ്റഡ് ആവുന്നു. അതുമൂലം എന്താണ് ആ സെഗ്രിഗേഷൻ ഓഫ് ക്രോമസോംസും അതുപോലെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസും കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർവേഡ് ചെയ്തത്.